നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന ഒരു ന്യൂസാണ്. ഒരു അമ്മ തന്റെ 2 പെൺമക്കളെ 10ഉം 11ഉം വയസ്സുള്ള പെൺകുട്ടികളെ ചേർത്ത് പിടിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. അത് ഒരിക്കലും നമുക്കറിയാം, അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ അവരത് അങ്ങനെ ചെയ്യില്ലായിരുന്നു. ദാരിദ്ര്യം അല്ലെങ്കിൽ തന്റെ മക്കളുടെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ മുന്നിൽ തടസ്സമായി വന്നപ്പോൾ തന്നെയായിരിക്കണം അവരത് ചെയ്തത്. പ്രത്യേകിച്ചും ഇത്രയും വളർത്തി പഠിപ്പിച്ച് വലുതാക്കിയ മക്കളെ കൊണ്ട് ആ ട്രെയിനിന് മുന്നിലേക്ക് ചാടുമ്പോൾ, അവരെ ചേർത്ത് പിടിച്ചത് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ സ്ത്രീ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും, ആ മക്കൾ എത്രമാത്രം പേടിച്ചിട്ടുണ്ടാകും. ഇത്ര പേടി വന്നെങ്കിലും അവര് അമ്മയുടെ കൂടെ തന്നെ നിന്നു. ഒരിക്കലും കുതിറി ഓടുകയോ അമ്മ പറഞ്ഞതനുസരിക്കാതെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാരണം ആ മക്കളും ആ അമ്മ കടന്നുപോയ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈ ലോകം, അതുകൊണ്ട് തന്നെയായിരിക്കും അവരത് ചെയ്തത്. പക്ഷെ അവരെ അതിലേക്ക് നയിച്ച വൃത്തികെട്ട ഒരു സമൂഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ട് കാണും. ഈ അമ്മ ഒരു BSc നഴ്സിംഗ് പഠിച്ചൊരു വ്യക്തിയാണ്. ഈ ഷൈനി എന്ന് പറയുന്ന വ്യക്തി BSc നഴ്സിംഗ് പഠിച്ച്, പക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു നീണ്ട ഗ്യാപ്പ് തന്നെ ഉണ്ടായിരുന്നു പറയണേ. അപ്പൊ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് വന്ന മറുനാടൻ മലയാളിയിൽ കുറച്ച് ന്യൂസിന്റെ ഭാഗങ്ങൾ കേൾക്കാം. എന്നിട്ട് ഈ വൃത്തികെട്ട കുറെ ജന്മങ്ങള്, ഈ പള്ളിയിലെ അച്ഛന്മാരെന്ന് പറയുന്നവര് അല്ലെങ്കിൽ കുറെ അച്ഛന്മാര് നടത്തുന്ന കുറെ ഹോസ്പിറ്റലുകള്, എസ്പെഷ്യലി ഇതിലെടുത്തു പറയുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, അതുപോലെ പറയുന്നുണ്ട് 10-12ഓളം ഹോസ്പിറ്റലില് ഈ വ്യക്തി ജോലി തേടി നടന്നു എന്നാ പറയുന്നത്. ഒരാളും ഒരു വാതിലും തുറന്നില്ല. ഇപ്പൊ കുറെ ന്യായീകരണമായിട്ട് കുറെ ലെറ്ററുകളൊക്കെ ആയിട്ട് ചില ഹോസ്പിറ്റലുകാര്, ചിലയല്ല കാരിത്താസ് ഹോസ്പിറ്റലുകാർ അടിച്ചിറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് പേരൊന്നും ഇതിനെ എടുത്തു വെച്ച് സംസാരിക്കില്ല. കാരണം അപ്പൊ അതിനകത്ത് വരുമല്ലോ, അയ്യോ മതം, ഞങ്ങളുടെ മതത്തെ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛന്മാരെ പറഞ്ഞു, പള്ളിക്കാരെ പറഞ്ഞെന്ന്. പക്ഷെ ജാതി വൃത്തികേടുകളും തെണ്ടിത്തരങ്ങളും കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക വേണം, സംസാരിക്കുക വേണം. കാരണം നമുക്കറിയാം ഏതൊരു സഭയുടെ കീഴിലുള്ള ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും അത് വെറുതെ പെട്ടെന്ന് ഒരു ദിവസം മണ്ണിൽ പൊട്ടിമുളച്ച് വന്നതൊന്നുമല്ല. അത് ഈ വിശ്വാസികൾ അല്ലെങ്കിൽ ഈ സഭയിലുള്ള ആളുകളുടെ തന്നെ പൈസക്ക് കൊടുത്തിട്ട് തന്നെ ഉണ്ടാക്കിയത്. പക്ഷെ ഒരു വ്യക്തി ഞാൻ മരണത്തിന്റെ വക്കീലാണ് നിൽക്കുന്നത്, ആത്മഹത്യയുടെ വക്കീലാണ് നിൽക്കുന്നത്, എന്റെ മക്കളെ പോറ്റാൻ ഒരു രക്ഷയില്ല എന്ന് പറയുന്ന അവരുടെ മുമ്പിൽ, അവരുടെ നിസ്സഹായാവസ്ഥയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് കണ്ടീഷൻസ് വെക്കുവാണ്. അപ്പൊ ഇതിലെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട്, ഒരു ന്യൂസിന്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളും പറയാം. എന്ത് വൃത്തികെട്ട ഒരു അവസ്ഥയാണെന്നാണ് ആലോചിക്കുന്നത്. ഒരു ആത്മഹത്യാ വാർത്ത ആരും അറിയാതെ കടന്നുപോയത്. ആ വാർത്ത ഇന്നലെ തന്നെ മനസ്സിൽ പതിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് നേരം വെളുത്തപ്പോൾ ആത്മഹത്യ ചെയ്ത യുവതിയെയും അവരുടെ മക്കളെയും അടുത്തറിയുന്ന ചില വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചു തന്നപ്പോൾ ഹൃദയം ആകെ തകർന്ന് നുറുങ്ങിപ്പോയി. തൊടുപുഴ ചുങ്കം നോബി കുര്യാക്കോസിന്റെ ഭാര്യ ഷൈനി, 43 വയസ്സ്, കോട്ടയം തെള്ളകത്താണ് ഷൈനിയുടെ വീട്. ഷൈനി കഴിഞ്ഞ 9 മാസമായി ഭർത്താവുമായി അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് തെള്ളകത്തെ തന്റെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. ഈ അക്കാദമിക് ഇയർ തുടങ്ങിയപ്പോഴാണ് 2 മക്കളെ തെള്ളകത്തെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത്. മൂത്ത മകനെ എറണാകുളത്തെ സ്പോർട്സ് സ്കൂളിലും ചേർത്തു. ഇന്നലെ പറയുന്നത് 2 കുട്ടികള് ഈ സ്ത്രീയുടെ കൂടെയും ഒരു കുട്ടി അച്ഛന്റെ വീട്ടുകാരുടെ കൂടെയായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു അവരുടെ ലൈഫ്. നമുക്കറിയത്തില്ല അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്. പക്ഷെ ഒബ്വിയസ് ആയിട്ടും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ജീവിതം, വരുമാന മാർഗം എല്ലാം ഈ സ്ത്രീ തന്നെ കണ്ടുപിടിക്കണം, അല്ലെ? മക്കളെ വളർത്തണ്ടേ? അത് BSc നഴ്സിംഗ് പഠിച്ചിരുന്നെങ്കിലും ഒരു 9 വർഷത്തോളം അവർ ജോലി ചെയ്യാതിരുന്നുണ്ടായിരുന്നു. അവർ ജോലിക്ക് പോയിണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കറിയാം, എവിടെ നമ്മൾ പുതിയതായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഈ കാരിത്താസ് ഹോസ്പിറ്റലിൽ ജോലിക്ക് അപ്ലൈ ചെയ്തു. അതാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ന്യൂസിൽ കേൾക്കുന്ന കാര്യം കേട്ടോ. ഇങ്ങനെ ഗ്യാപ്പ് ഉള്ളതിന്റെ പേരിൽ അവർ ഭയങ്കര ജനറസ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഇത്ര ഗ്യാപ്പ് വന്ന കാരണം 1 വർഷം നിങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് സർവീസ് ചെയ്ത് തരുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ BSc നഴ്സിംഗ് പഠിക്കുന്ന ഒരു വ്യക്തി എത്ര വർഷം പഠിച്ചിട്ടാണ് ഒരു BSc നഴ്സ് ആയതെന്നറിയാം. എന്തുമാത്രം ക്യാഷ്, അത് മേ ബി അച്ഛന്മാരുടെയൊക്കെ സ്കൂളുകളിലേക്ക് തന്നെയായിരിക്കും പഠിച്ചത്, ഒടുക്കത്തെ ഫീസൊക്കെ അടച്ചിട്ട് തന്നെയായിരിക്കും പഠിച്ചത്. നഴ്സിംഗ് പഠിക്കണമെങ്കിൽ അങ്ങനെ എളുപ്പമൊന്നുമല്ല, അത്യാവശ്യത്തിന് കൂടുതൽ കാശ് കൊടുക്കുക തന്നെ വേണം. അങ്ങനെയായിരിക്കും അവർ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് അവർ അപ്ലൈ ചെയ്യുമ്പോൾ പറയുവാണ് 1 വർഷം ഫ്രീ സർവീസ്. ഞാൻ ചോദിക്കുന്നത്, ഒരു 2-3 മാസം പറയുകയാണെന്നുണ്ടെങ്കിൽ പോകട്ടെ, നമുക്കൊരു എന്നിട്ട് പിന്നീട് ഒരു ചെറിയ ശമ്പളത്തിലെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തോ, അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ഇവർ കൊടുത്തിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് അറിയായിരിക്കാം, ഓക്കെ എന്റെ മക്കൾക്ക് കഞ്ഞി കൊടുക്കാനെങ്കിലും എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാകും. വേണ്ടല്ലോ. ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങളൊക്കെ അച്ഛന്മാര് വെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സേവനം,
ഫ്രീ ആയിട്ട് കൊടുക്കണ്ട, അവര് ചെയ്യുന്ന ജോലിക്ക് എന്തെങ്കിലും പൈസ കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നത്. പറയുന്നത് അവർ ഒരുപാട് ഹോസ്പിറ്റലുകള്, ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ജോലിക്ക് അപേക്ഷിച്ചു തന്നെയാണ്. ഒരു സ്ഥലത്തും അവർക്ക് ജോലി കൊടുത്തില്ല എന്ന് മാത്രമല്ല, പിന്നെ ഫ്രീ ആയിട്ട് കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ, മക്കളെ പഠിപ്പിക്കാൻ വകയില്ലാതെ അവർ നടക്കുമ്പോ അച്ഛന്മാരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറി ഇറങ്ങി ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യലല്ല അവർക്ക് പരിപാടി. ഒരു ജാതി മനസാക്ഷിയുടെ ആളുകളാണെന്നേ. നമ്മുടെ കയ്യിൽ നിന്ന് മാക്സിമം ഊറ്റിയിട്ട് ഒരു പാവപ്പെട്ടവൻ തൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒരു ജോലി ചെയ്യാൻ വരുമേ പിന്നെ അത് അവർക്ക് ഫ്രീ സർവീസും ചെയ്തു കൊടുക്കണം. ഇതിലെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിനകത്ത് വേറെ ഇവരുടെ തന്നെ ഫാമിലിയിൽ പെട്ട ഒരു വൃത്തികെട്ട ഒരു അച്ഛനെ വിളിക്കാൻ കൂടി എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഒരു വ്യക്തി ഇതിനകത്ത് കളിച്ചിട്ടുണ്ടെന്നാ പറയണേ. ഈ സ്ത്രീയും മക്കളും എവിടെയൊക്കെ നടന്ന് ജീവിക്കാൻ ശ്രമിച്ചാലും ഇങ്ങോര് ഇടപെട്ട് ഇടങ്കോലുണ്ടാക്കി അവരെ ഒരു നിലയ്ക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ അനുവദിക്കില്ല. പറയപ്പെടുന്നത് ഓസ്ട്രേലിയയിൽ എവിടെയാണ് അങ്ങോരുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ അങ്ങോരെന്നൊക്കെ പറയുമ്പോൾ ബഹുമാനില്ലെന്ന് പറയണം. കാരണം ഇപ്പൊ അച്ഛനായി അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ വ്യക്തികളുടെ ലൈഫിൽ ഇത്രമാത്രം കയറി കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോർക്ക് അത്ര വലിയ റെസ്പെക്ട് ഒന്നും കൊടുത്ത് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ വല്ലവരും ഈ ഒരു ന്യൂസ് എടുത്ത് വെച്ച് ഇങ്ങനെ സംസാരിച്ചാൽ പറയും, അയ്യോ ഞങ്ങളുടെ മതത്തെ ആക്ഷേപിച്ചു. നമ്മളിപ്പോ ഒരു മതത്തെയും ആക്ഷേപിക്കുന്നില്ല, പക്ഷെ കൃത്യമായിട്ട് ഇന്ന ഹോസ്പിറ്റലിലാണ് ഇത് സംഭവിച്ചത്, ഇന്ന വ്യക്തികളാണ് ഇടപെട്ടത് എന്ന് ആ ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ജീവിക്കുന്ന എനിക്ക് അതിനെക്കുറിച്ച് പറയാലോ. അപ്പൊ പിന്നെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മതത്തെ പറഞ്ഞു എന്നും പറഞ്ഞ് ആരും ഇവിടെ വരത്തില്ലല്ലോ. കുറെ കാര്യങ്ങൾ കാണുമ്പോൾ വലിയ കാര്യത്തിൽ പറയും, എന്താ പറയാ, ബൈബിളൊക്കെ വായിച്ച് അല്ലെങ്കിൽ യേശു പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കണം, പാവങ്ങളെ സഹായിക്കണം, ഇത് ഈ പ്രസംഗത്തിൽ മാത്രമേ അച്ഛന്മാർ പറയുന്നത് നമ്മൾ കേൾക്കാറുള്ളൂ. ഒരിക്കലും നല്ല ഫാദേഴ്സ് ഇല്ല എന്നല്ല, പക്ഷെ കൂടുതലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇജാതി കേസ് കെട്ടുകളാ. ഷൈനിയും 11 വയസ്സുള്ള മകൾ അലീനയും 10 വയസ്സുള്ള മകൾ ഇവാനയുമാണ് മരണത്തിലേക്ക് നടന്നു പോയത്. ഷൈനി രാവിലെ പതിവ് പോലെ പള്ളിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് മക്കളെയും കൂട്ടി റെയിൽവേ പാളത്തിലേക്ക് പോവുകയായിരുന്നു. കോട്ടയത്തിനും ഏറ്റുമാനൂരിനുമിടയിൽ അതിരമ്പുഴയ്ക്ക് സമീപമുള്ള പാറോലിക്കൽ റെയിൽവേ ക്രോസിലായിരുന്നു ദുരന്തമുണ്ടായത്. ഷൈനി തന്റെ 2 പെൺമക്കളെയും ചേർത്ത് പിടിച്ച് റെയിൽവേ പാളത്തിന്റെ നടുക്ക് നിൽക്കുകയായിരുന്നു. മക്കൾ 2 പേരും ഒന്നും കാണാതെ അമ്മയെ ചേർന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. അവരെ 2നെയും വരിഞ്ഞു മുറുക്കി കണ്ണടച്ച് ഷൈനിയും മരണം കാത്തുനിന്നു. കോട്ടയത്തു നിന്നും നിലമ്പൂരിലേക്ക് പോയ എക്സ്പ്രസ് അതങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും. നമുക്കങ്ങനെ നമ്മുടെ ദേഷ്യം ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ പിന്നിൽ കളിച്ച ആളുകൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തത്, അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ സംസാരിച്ചു പോകും. വൃത്തികെട്ട ഒരു ലോകം, ഒരു മനുഷ്യനും സ്വസ്ഥത കൊടുക്കത്തില്ല. ഇപ്പൊ ആ സ്ത്രീ അത്രയും പഠിച്ച കാരണം ആരെങ്കിലും ഒരാള് അവർക്കൊരു ജോലി കൊടുത്ത് അവർക്കൊരു ചാൻസ് കൊടുത്തെങ്കിൽ, ഈ 9 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, 9 വർഷം വർക്ക് ചെയ്യുന്നില്ല, ആരെങ്കിലും ഒരു ജോലി ഇപ്പൊ കൊടുത്ത് ഒരു 6 മാസം കഴിയുമ്പോൾ അവർ എക്സ്പീരിയൻസ്ഡ് ആയല്ലോ. അവർക്ക് എന്തെങ്കിലും ഇപ്പൊ പറയുവാണ്, നിങ്ങൾ ഇത്ര നാൾ വർക്ക് ചെയ്യാത്ത കാരണം നിങ്ങൾ തിരിച്ചു വരുമ്പോ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം നമുക്ക് പ്രൊബേഷണറി പീരീഡ് ഒക്കെ വെക്കാം. എന്നിട്ട് അവർ ശരിയാണെങ്കിൽ മാത്രം അവരെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചാൽ മതി. ഇവിടെയൊക്കെ ഉഡായിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോ, പക്ഷെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വന്ന് രോഗികളെ നോക്കാം, 10 പൈസ തരത്തില്ല. അവിടെയാണ് നിങ്ങൾ മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിച്ച് 10 പൈസ മേടിച്ചു കൂട്ടുന്ന കുറേ കാശില്ലേ പിഴിഞ്ഞും. ഒരു മനുഷ്യൻ ഒരു കയ്യേല് മുറിവായിട്ട് ചെന്ന് അവനെ തല തൊട്ട് അടി വരെ CT സ്കാൻ എടുത്ത് എക്സ്റേ എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് അവനെ കൊണ്ട് പരമാവധി ഊറ്റി ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടാക്കുന്നില്ലേ. അപ്പോൾ ഒരു വ്യക്തി അവരുടെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിട്ട് ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അവന്റെ മുമ്പിൽ കണ്ടീഷൻസ് ഇട്ട് കൊടുക്കുവാണ്, ഇന്ന നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം, അങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്. പിന്നെ ഇതുപോലെ പിറകിന്ന് കളിക്കുന്ന കള്ള അച്ഛന്മാരും അവര് പറയുന്ന അവർക്ക് നല്ല ഹോൾഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ പിന്നാലെ നടന്ന് 2 പെൺകുട്ടികൾ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ, നമ്മൾ അറിയാണ്ട് നമ്മൾ സങ്കടം കൊണ്ട് പറയുവാണ്. മാതാപിതാക്കൾ, കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട്, വളർന്നു വരുന്ന 2 പെൺമക്കൾ, അതോടൊപ്പം ഒരു പാതിരി ജോലി കിട്ടുവാനുള്ള അവസരങ്ങളും മുടക്കിക്കളയുന്നു. കേസിൽ കൊടുക്കി ജയിലിൽ അടയ്ക്കുവാൻ ശ്രമിക്കുന്നു. മുന്നോട്ട് നോക്കുമ്പോൾ ശൂന്യത മാത്രം. ഷൈനി പെൺകുഞ്ഞുങ്ങളെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി അമ്മയ്ക്ക് ഒറ്റയ്ക്ക് മരിക്കുവാനാണ് താല്പര്യം, അമ്മ ഈ ലോകത്ത് നിന്നും പോയാൽ നിങ്ങളെ ആര് നോക്കും എന്ന് ചോദിച്ചപ്പോൾ അവരും അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവാം, ഞങ്ങളും അമ്മയോടൊപ്പം വരാമെന്ന്. അവർ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചു, കെട്ടിപ്പിടിച്ചുറങ്ങി. അടുത്ത ദിവസം അതിരാവിലെ ഷൈനി മക്കളെ വിളിച്ചുണർത്തി. നിത്യതയിലേക്കുള്ള ആ യാത്രയ്ക്കായി കുഞ്ഞുമക്കൾക്ക് വിശക്കാത്ത, പെൺകുഞ്ഞുങ്ങളുടെ മാനത്തിനാരും വില പറയാത്ത
നൽകിയ ഭക്ഷണത്തിന് ആരും കണക്ക് ചോദിക്കാത്ത ആ ലോകത്തിലേക്കുള്ള യാത്രയ്ക്കായി. അപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ സൃഷ്ടാവ് ഇതൊന്നും അറിയാതെ എവിടെയോ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ആ ദുഷ്ടനായ പാതിരി ദിവ്യബലിക്കായി തയ്യാറെടുക്കുന്നുണ്ടായിരുന്നിരിക്കണം. ഈ പ്രതിസന്ധികളിലൂടെയെല്ലാം അവൾ കടന്നു പോകുമ്പോഴും ഷൈനി എന്നും പള്ളിയിൽ മുടങ്ങാതെ പോകുമായിരുന്നു. ദൈവം ഇതിനെല്ലാം ഒരു ഉത്തരം നൽകുമെന്നോർത്ത് പെൺകുഞ്ഞുങ്ങളെ ആദ്യ കുർബാന സ്വീകരിപ്പിച്ചു, സൺഡേ സ്കൂളിൽ വിട്ടു. പക്ഷേ കണ്ണു തുറക്കാത്ത, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത വെറും കളിമൺ പ്രതികൾ മാത്രമായ സഭാനിർമ്മിതികളായ ദൈവങ്ങൾ ഇതൊന്നും കണ്ടില്ല. സമയം രാവിലെ 5 മണി. പള്ളിയിലേക്കെന്നും വീണ്ടും ഞാൻ ആ ന്യൂസ് കേൾപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിനെ റിലേറ്റ് ചെയ്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു സംഭാഷണം അതും കൂടി ഞാൻ കേൾപ്പിക്കാം. അതിൽ ആളുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന അവസ്ഥകളിലൂടെയാണ് അവർ കടന്നു പോയത്, ഇന്ന ആളുകൾ കാരണമാണ് അവരിത് ചെയ്തത്. അപ്പോൾ അത്രയ്ക്കും വൃത്തികെട്ട ഒരു ലോകം. പള്ളിയിൽ എല്ലാ ദിവസവും വന്നോണ്ടിരുന്ന എല്ലാ വണ്ടി ഓടിക്കും വരുമ്പോ എന്ന് ഈ കരഞ്ഞ മുഖം. ആ പിള്ളേര് ഈ 2 പിള്ളേരല്ല, മൂത്തതൊരു ആങ്കൊച്ചുണ്ട്, അത് ഡോൺ ബോസ്കോയിലാണ്, 10ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഇവര് ഈ വഴക്ക് കഴിഞ്ഞ പിന്നെ ആ കൊച്ചിനെ എങ്ങാണ്ട് സോപ്പിട്ട് കൊണ്ടുവന്ന് അതിനെ കണ്ട് ഇവൾക്കെതിരെ കേസ് കൊടുപ്പിച്ചാർന്നാ പറഞ്ഞ. അമ്മ തല്ലിയെന്നും പറഞ്ഞ്, അമ്മ ഉപദ്രവിച്ചെന്നും പറഞ്ഞേ. ഈ അച്ഛൻ കെട്ടേന്റെ അച്ഛൻ, ഈ പെണ്ണ് കെട്ടിയവന്റെ അപ്പനെ ആ ബേബിച്ചേട്ടന് ക്യാൻസറാ. അപ്പം അങ്ങാണ്ട് ഇതിനോട് അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസ എടുക്കാൻ പറഞ്ഞ് 3 ലക്ഷം രൂപ എങ്ങാണ്ട് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ. ആ പൈസയൊക്കെ ഈ വഴക്ക് കൂടി ഇപ്പൊ അടച്ചില്ലല്ലോ, വീട്ടുകാരത് കൊടുക്കുകയല്ലെന്ന്. ഈ അച്ഛൻ പോണേന്റെ ഒരു 2 ദിവസം മുമ്പ് അങ്ങാണ്ട് കരികുന്നം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയൽക്കൂട്ടക്കാര് കൊണ്ട് കേസ് കൊടുത്തേ. ഈ വീട്ടിലേക്ക് എടുത്തതാന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തതല്ലേ, അത് ഇവിടെ അടയ്ക്കണമെന്നേ. ഇവിടെ ചെന്ന് അടയ്ക്കുന്നത് എല്ലാം കൂടി ആയപ്പോഴായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ പറഞ്ഞപ്പോ എന്തുമാത്രം ഉപദ്രവം ആ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ആ മക്കൾക്കും ആ സ്ത്രീക്കുമെതിരെ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം അവർ അനുഭവിച്ചിട്ടുണ്ട്. ഒരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. കേട്ടു നോക്ക്. പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയത് ഇവള് കേസ് കോടതിയിലേക്ക് പോട്ടെന്ന്. പെണ്ണൊരു ശുദ്ധമാവാന്നേ. അല്ലേ ആ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ. ഈ ഓസ്ട്രേലിയ ഉണ്ടെന്ന് പറയുന്ന വൃത്തികേട്ട സാധനം ജോലിക്ക് കയറുതാണെന്ന് പറഞ്ഞ ഈ അച്ഛൻ ഒരു സ്ഥലത്ത് നിർത്തിയല്ലെന്നാ പറഞ്ഞ, വാശിക്കാരനെ. ഇനിയിപ്പം വേറെ സ്ഥലത്ത് കയറണമെങ്കിൽ ഈ പെണ്ണ് കെട്ടി കഴിഞ്ഞ് വന്നേ പിന്നെ BSc നേഴ്സാ വന്നേ പിന്നെ ഇവളെങ്ങും ജോലിക്ക് കയറിയിട്ടില്ലല്ലോ. ഈ ക്യാപ്പ് ഇത്രയും വന്നില്ലേ, ജോലിക്ക് കയറാനും പറ്റുന്നില്ല. എല്ലാം കൂടി ആയപ്പോഴായിരിക്കും പാവം. ചേച്ചി അവള് കാരിത്താസിലും ഉള്ള സ്ഥലത്ത് മുട്ടാത്ത വാതിലുകളില്ല. അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുത്തതാണ്. പക്ഷെ ഈ 10-12 വർഷത്തെ ക്യാപ്പ് വന്ന കാരണം എല്ലാരും കൈ ഒഴിയുക ചെയ്തേ. അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല. അവര് കാരിത്താസുകാരൊക്കെ പറഞ്ഞ് 1 വർഷം അവള് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ. ഈ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവള് 1 വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അവൾക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ. പിന്നെ വീട്ടിൽ നിന്നും അത്ര സപ്പോർട്ട് ഇച്ചിരി കുറവായിരുന്നു. അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് മേലാകിയുണ്ട്, ക്യാൻസറും ഒക്കെ ആയിരുന്നു. അപ്പൊ അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകണ്ട. അപ്പൊ അമ്മയ്ക്കും പറയുന്നതിനൊരു ഇച്ചിരി ഇതല്ലേ, എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ. അപ്പൊ അങ്ങനെയായിരുന്നു. കാരിത്താസുകാരൊരു ഹെൽപ്പ് ഒരു 3 മാസമെങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസ ആണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വേലയാകണ്ടൊക്കെ ചെയ്തെന്നൊക്കെയാണ് ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ടോ. അത് എവിടെ ചെന്നാലും അവൾക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു. അതിലേ ഞാനെന്താ ചുമത്തുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലിയില് ഒരച്ഛനുണ്ട്. ഈ അച്ഛനെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് കുത്തുതിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാണ്. മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി അവസാനം സ്വന്തം പെണ്ണുപോലെ ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക. ഈ അച്ഛന്റെ ബോബി എന്ന് വെച്ചാണ് ഈ അച്ഛന്റെ പേര്. ഇങ്ങനെയുള്ള ഈ അപരാധികളോടത്ത് എങ്ങനെ സ്വസ്ഥതയുണ്ടാവും? പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇതുമാതിരിയുള്ള അലവലാതി അച്ഛന്മാരുണ്ടെങ്കിൽ എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റും? അതുപോലെ കുറെ അലവലാദികളുണ്ട്. ചുമ്മാ പൈസയ്ക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി മാത്രം കെട്ടിയൊഴുകി നടക്കുന്ന അലവലാതി അച്ഛന്മാര്. എന്ത് കേസ് വന്നാലും കോട്ടയം രൂപതയിലെ അച്ഛന്മാരില്ലാത്ത കേസില്ല. അത് കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ച് നാട്ടുകാരെ മുഴുവൻ കൊല്ലുന്നതാണേലും അതല്ലെങ്കിൽ എന്നാ പറഞ്ഞേ കോടാനോടിയുടെ അങ്ങനെ കുറെ ഉണ്ടിട്ടാ ഈ ഓഡിയോ. ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാ നമ്മളെങ്ങനെ പറയാതിരിക്കും? ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ? കുറേ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതലും നാട്ടിലൊക്കെ വെച്ച് പോകുമ്പോൾ നമ്മൾ ഒരു ക്രിസ്ത്യൻ ഒരു സ്ഥാപനത്തിൽ പോയി നമ്മളൊരു ഡോക്ടറെ കാണാനൊക്കെ പോവുകയാണെങ്കിലാ നമുക്ക് തോന്നും അയ്യോ എന്തൊരു കത്തിയാണ് നമ്മൾ പറയാറുണ്ട്. ആ
നമ്മൾ അങ്ങോട്ട് ചെന്ന ഒരു ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒടുക്കത്തെ ക്യാഷ് മേടിക്കും. ഈ മേടിക്കുന്ന ക്യാഷ് ഒരു വ്യക്തി ജോലി ചെയ്യുമ്പോൾ അവർക്ക് അത്യാവശ്യത്തിന് ഒരു സാലറി കൊടുക്കോ? ഒരിക്കലും ഇല്ല. ഇവർ ഇതൊക്കെ കൊണ്ട് എവിടെ വെക്കണാവോ? ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയും ക്രിസ്തു പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ പ്രസംഗിക്കാൻ. മിക്കവാറും ആളുകൾ ഇങ്ങനെ തന്നെയാണ്. അതിന്റെ ഇടയിൽ കുറച്ച് നല്ല ആളുകളും കാണും. അപ്പോൾ ഇതിൽ ഭയങ്കര വിഷമുണ്ട് അമ്മയ്ക്കും ആ 2 കുട്ടികൾക്കും അങ്ങനെ സംഭവിച്ചത്. ഓൾവേസ് നമ്മൾ എന്തെങ്കിലും ബാഡായിട്ട് സംഭവിച്ചതിന് ശേഷം മാത്രം വന്ന് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയെങ്കിലും ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഒരു വ്യക്തി വന്ന് അവരുടെ അവസ്ഥ പറയുമ്പോൾ അവരെ ഇതുപോലെ മരണത്തിലേക്ക് തള്ളിവിടാതിരിക്കട്ടെ. അത്രയ്ക്കും ആ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും സങ്കടം വരുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയുമായി വേഗം തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.